നമുക്കറിയാലോ തീരപ്രദേശത്ത് പഴയ മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ. അതെന്താ? അത് നമുക്കറിയാലോ തീരപ്രദേശത്ത് എന്താണ്? അല്ല ഞാൻ പറഞ്ഞത് സകല എടുത്തും പോകാം, പക്ഷെ തീരദേശത്ത് പോകാൻ പറ്റില്ല. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കമ്മിറ്റിയുടെ ആരാണ് ഇരിക്കുന്നത്? ഇയാളല്ലേ ചെയർ? ആ ഫയൽ എടുത്തിട്ടുണ്ടാവില്ല. ആ ചോദ്യം കേട്ടപ്പോ കാണോ ഇതെങ്ങനെ ഒരാള് ചോദിക്കും അടുത്ത ആളോട്. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി എഴുതിക്കൊണ്ടുവന്ന് വായിച്ചതാണോ വസ്തുത? ഞങ്ങൾ അത് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ട്രാക്ക് ചെയ്ത് മൊത്തം അതിന്റെ എയർ ടൈം എന്ന് പറയുന്നത് 1.5 മണിക്കൂറായിരുന്നു. നമസ്കാരം. ഈ മഴക്കെടുതിക്കിടെ എന്തെല്ലാം നടന്നു? മുഖ്യമന്ത്രി വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ എടുത്ത് അമ്മായിയപ്പനെ കാണാൻ പോയി എന്ന ആരോപണം വന്നു. ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് ക്രൗഡ് ഫണ്ടിംഗ് കമ്പനിയുടെ തുടക്കം ഇട്ടു. പ്രതിഷേധം കനത്തപ്പോൾ ജില്ലാ കളക്ടർമാരുടെ യോഗം മൂപ്പര് വിളിച്ചു. അടുത്ത ദിവസം പ്രളയമുണ്ടായ ചില സ്ഥലങ്ങളിലും പോയി 2 വാർത്താസമ്മേളനം വരെ നടത്തി. എന്നാൽ നാടുനീള പരാതികൾ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ സമീപനം എന്താണ്? ഒരു പരാതിയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരാതി ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അത് അഡ്രസ് ചെയ്യാനുള്ള സിസ്റ്റം അവിടെ ഉണ്ട്. ആ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? തീരദേശത്തിന്റെ കാര്യം നോക്കൂ. 4 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു, 3 പേരെ കാണാതായി. ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പും കിട്ടിയില്ല. അപകടത്തിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ ഏറെ വൈകി. സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി. പ്രതിഷേധങ്ങളുണ്ടായപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് ഏജൻസികൾ കൈകഴുകി. ആരോഗ്യമന്ത്രി പറഞ്ഞു കടലിൽ പോയാൽ കിട്ടാൻ സമയമെടുക്കും എന്ന്. വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ മകൾ ചോദിക്കുന്നു FIR ഇടാനാണോ കോസ്റ്റ് ഗാർഡും സർക്കാർ സംവിധാനങ്ങളും എന്ന്. ഫിഷറീസ് വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ മത്സ്യവെട്ടിൽ നിന്ന് വന്ന് കാര്യങ്ങൾ തിരക്കിയിട്ട് പോകുന്നതല്ലാതെ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചാൽ 0 ആണ്. ഫിഷറീസ് വകുപ്പിൽ നിന്ന് ഫിഷറീസ് വകുപ്പിന്റെ ഡയറക്ടറോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സോ ആരും ഇതുവരെ കോൺടാക്ട് പോലും ചെയ്തിട്ടില്ല. ഒരു ജീവനായതുകൊണ്ടാണോ? ഈ വീഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രി അന്വേഷിച്ചോ? അവിടെ കാണാൻ പോയോ? മന്ത്രിമാരെങ്കിലും അന്വേഷിച്ചോ? ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിക്കാൻ പോയോ? ഒറ്റ ഉത്തരം ഇല്ല എന്ന്. ഉത്തരവാദപ്പെട്ട ആരെങ്കിലും അവിടെ പോകേണ്ടതല്ലേ? രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടതല്ലേ? ഒന്നുമില്ലെങ്കിലും ആ വീട്ടുകാരുമായി ബന്ധപ്പെടേണ്ടതല്ലേ? ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചാലോ? പക്ഷെ ആ കുടുംബങ്ങൾ പറയുന്നത് വകുപ്പ് മന്ത്രി എന്നൊരാളുണ്ട്. പക്ഷെ ആ മന്ത്രിക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ ഒന്ന് സന്ദർശിക്കാൻ ഞാൻ അതൊക്കെ ചെയ്യാൻ നമുക്കറിയാലോ തീരപ്രദേശത്ത് എന്താ? നമുക്കറിയാലോ തീരപ്രദേശത്ത് പഴയ മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ. അതെന്താ? പഴയ മുഖ്യമന്ത്രി പോയിട്ട് എന്നൊരാക്കി പറച്ചില്. തീരദേശത്ത് മുഖ്യമന്ത്രി പോയാൽ എന്താ സംഭവിക്കുക? അത് നമുക്കറിയാലോ തീരപ്രദേശത്ത് എന്താണ്? അങ്ങനെ സംശയത്തിന്റെ നിഴലിൽ ഒരു സമൂഹത്തെ നിർത്താൻ പാടുണ്ടോ? ഒരു ജനതയെ എന്താണ് അവിടെ പ്രശ്നമെന്ന് പറയാതെ സംശയിക്കാൻ പാടുണ്ടോ? അല്ല ഞാൻ പറഞ്ഞത് എന്താണ് തീരപ്രദേശത്ത്? ഉത്തരവാദപ്പെട്ടവർ തീരദേശത്ത് പോയാൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക? ഞാൻ സകല എടുത്തും പോകാം, പക്ഷെ തീരദേശത്ത് പോകാൻ പറ്റില്ല. എന്തുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്? വിവേചനപരമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. തീരപ്രദേശത്തെ മാത്രമായി അങ്ങനെ മാറ്റി നിർത്തി പ്രസ്താവന നടത്തുന്നത് മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. മുഖ്യമന്ത്രി അവിടെ പോവുകയാണ് വേണ്ടത്. 1-ലധികം സ്ഥലങ്ങളിൽ പോയ മുഖ്യമന്ത്രി ജീവനുകൾ ഇത്രയധികം നഷ്ടപ്പെട്ട തീരപ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നൊരു സ്ഥലത്ത് പോയില്ല. നീണ്ടകരയോ മുതലപ്പുഴയോ വിഴിഞ്ഞമോ എന്നിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ തീരപ്രദേശത്ത് പോയാൽ എന്നൊരു അപമാന പ്രസ്താവനയും. പ്രളയ ദുരിതാശ്വാസത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്താതെ എന്താണ് ഇങ്ങനെ പറയുന്നത്? മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ അനാസ്ഥയെ പറ്റി എനിക്ക് പറയേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് കടൽ തീരത്തോ അയ്യോ അവിടെയൊക്കെ പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്തവസ്ഥ? വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥ ഉണ്ടായിരുന്നോ സാർ? എന്തായിരുന്നു സാർ അവസ്ഥ? ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ ആക്ഷേപിച്ചത്. നിങ്ങൾ ഇതിന് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇത് പബ്ലിക്കായിട്ട് തന്നെ നിങ്ങൾ മാപ്പ് പറയാൻ, നിങ്ങൾ ഏത് പത്രസമ്മേളനത്തിൽ വെച്ചാണോ നിങ്ങൾ ആക്ഷേപിച്ചത് അത് നിങ്ങൾ മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചാലോ? മൂപ്പര് ഫയൽ തപ്പും. ആ ഫയൽ എടുത്തിട്ടുണ്ടാവില്ല. അതിനുള്ള ഉത്തരം പോട്ടെ. ഇനി കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിലെ തെരച്ചിലിലെ അനാസ്ഥയെക്കുറിച്ച് ചോദിച്ചാലോ? എഴുതിക്കൊണ്ടുവന്ന ഉത്തരം മുഖ്യമന്ത്രി വായിച്ചത് ഇങ്ങനെ: അവിടെ തെരച്ചിലിനായിട്ട് മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റ് ഗാർഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഴക്കടലിൽ തെരച്ചിൽ നടത്താനായി കോസ്റ്റ് ഗാർഡിന്റെ വെസലുണ്ട്, നേവിയുടെ ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെത്തി തെരച്ചിൽ നടത്തിയിരുന്നു. ഇതുകൂടാതെ കോസ്റ്റൽ ഗാർഡിന്റെ വിഴിഞ്ഞം സ്റ്റേഷൻ കമാൻഡറിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് കുളച്ചല്ല ആഴക്കടലിലും അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നോർത്ത് അവിടെയും തെരച്ചിൽ നടത്തുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ചെറുവിമാനങ്ങളും ഹെലികോപ്റ്ററും ആകാശ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇതെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി എഴുതിക്കൊണ്ടുവന്ന് വായിച്ചതാണോ വസ്തുത? ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കമ്മിറ്റിയുടെ ആരാണ് ഇരിക്കുന്നത്? ഇയാളല്ലേ ചെയർ?
ഈ ചീഫ് മിനിസ്റ്ററല്ലേ ചെയർ, എന്ത് ആക്ഷനാണ് ഇയാൾ എടുത്തത്? കുറെ പ്രസിന്റെ മുമ്പിൽ നിന്ന് പച്ച കള്ളത്തരം വിളിച്ച് പറയാണ് ഹെലികോപ്റ്ററുകൾ ഇറക്കി, ഇന്നും ഇന്നലെയും ഒരു ഹെലികോപ്റ്റർ ഇറക്കി. അത് ഇന്നലെ 1 മണിക്കൂർ ഓടി, ഇന്ന് 1 മണിക്കൂർ ഓടി. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞതോ? ഞങ്ങൾ അത് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ട്രാക്ക് ചെയ്ത് മൊത്തം അതിന്റെ എയർ ടൈം എന്ന് പറയുന്നത് 1.5 മണിക്കൂറായിരുന്നു. 1.5 മണിക്കൂറിൽ എന്ത് തെരച്ചിൽ നടത്താനാണ്? കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ആയതാണ്. ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അത് അരമണിക്കൂർ കഴിഞ്ഞാണ്. അതിനുശേഷമുള്ള 1 മണിക്കൂർ ഇവർ ഇവിടെ തൊട്ട് ട്രിവാൻഡ്രം വരെ അത് പോയ സ്പീഡ് നമുക്ക് മാപ്പിൽ നോക്കുമ്പോൾ പോലും അത്രയ്ക്ക് കണ്ണടിച്ച് തുറക്കുമ്പോഴത്തേക്ക് വേറെ എവിടെയോ നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ജനറൽ സെർച്ച് ആരെങ്കിലും ഒക്കെ പറയുന്നതിന്റെ പേരിൽ നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി പറഞ്ഞ ഷിപ്പുകളുടെ കാര്യമോ? എത്ര ഷിപ്പുകൾ ഇറക്കി? ഞങ്ങൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് തിരക്കുന്നുണ്ട്, ആ AD വിളിച്ച് തിരക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഡീറ്റെയിൽസും ഇയാൾ പറയുന്ന ഡീറ്റെയിൽസും തമ്മിൽ അന്തരമുണ്ട്. എന്താണ് നോട്ടിക്കൽ മൈൽ എന്ന് പോലും അറിയാത്ത ഓഫീസേഴ്സ് ആണ് അവിടെ ഇരിക്കുന്നത്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്നഫിഷ്യന്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ മാറ്റണം. ഈ ഫിഷറീസിലുള്ളവർക്ക് തന്നെ, കടലിൽ പണിയെടുക്കുന്നവർക്ക് കടലിന്റെ ആഴവും അതിന്റെ തിരവും എങ്ങനെയാണെന്നുള്ളത് അവർക്കേ അറിയാത്തുള്ളൂ. അപ്പം ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആരുടെ കയ്യിലാണ് അത് കൊടുക്കേണ്ടത്? ആ റെസ്ക്യൂ ഓപ്പറേഷൻ കൊടുക്കേണ്ടത് കോസ്റ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ മത്സ്യത്തൊഴിലാളികളെ വിളിക്കുന്നുണ്ടല്ലോ പ്രളയങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട്. മുഖ്യമന്ത്രി എന്ത് ചെയ്തു? സർക്കാർ എന്ത് ചെയ്തു? കാണാതായവരെ കണ്ടെത്താൻ ഹെലികോപ്റ്റർ ഇറങ്ങിയോ? എന്ത് ക്രൈറ്റീരിയ, നിങ്ങൾ എന്ത് ക്രൈറ്റീരിയ ആണ് ഒരു ജീവൻ കൽപ്പിക്കുന്നതെന്ന് നിങ്ങളൊരു മാനദണ്ഡം എഴുതി തയ്യാറാക്കി വരണം. മത്സ്യതീരത്തുള്ളവർക്ക് ഇത്രയും ക്രൈറ്റീരിയ, കരയിൽ ജീവിക്കുന്നവർക്ക് ഇത്രയും ക്രൈറ്റീരിയ, കരയിൽ ഒരു അപകടം ഉണ്ടായാൽ അത്രയും വില കൊടുക്കും, അല്ലെങ്കിൽ കടലിൽ ഒരു അപകടം ഉണ്ടായാൽ ഇത്രയും വിലയെ കൊടുക്കൂ എന്നുള്ളത് നിങ്ങൾ എഴുതി തരണം. എന്നാൽ UDF വന്ന് അദാനിയുടെ വിഴിഞ്ഞം പോർട്ട് വിൽപ്പന വിവാദത്തിൽ മറുകക്ഷിയായ MSC പോർട്ടിന്റെ ഒരു കപ്പല് തെരയാൻ കഴിഞ്ഞ നാളുകളിൽ കാണിച്ച ആത്മാർത്ഥതയുണ്ടല്ലോ, ആ ആത്മാർത്ഥത ഈ പ്രളയകാലത്തും നമ്മൾ ഓർക്കാതെ പോകരുത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ MSCയുടെ കപ്പൽ ഇവിടെ കേരളത്തിൽ തന്നെയാണ് മുങ്ങിയത്. അത് വിത്തിൻ 14 മിനിറ്റ്സ് കൊണ്ടാണ്, 14 മിനിറ്റ് കൊണ്ടാണ് ഇന്ത്യൻ നേവിയും ബാക്കിയുള്ളവരും എല്ലാവരും കൂടെ വന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത്. ഇതേ കുറെ ജീവനാണ് അവിടെ പൊലിഞ്ഞു കിടക്കുന്നത്. അവർ പറയുന്നത് ഇറ്റ് ഈസ് ടു റിസ്കി എന്നാണ്. ഇറ്റ് ഈസ് ടു റിസ്കി എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. എന്താ MSCയുടെ കപ്പൽ മുങ്ങിയപ്പോഴത്തേക്കും റിസ്കി അല്ലായിരുന്നു. ഇനി ഇതല്ലാതെ ഏതായാലും മഴക്കെടുതിയിലെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എങ്ങനെയെന്ന് അറിയണ്ടേ? ഇതാ ഇങ്ങനെ. ഞാൻ വേറെ എന്തെങ്കിലും ചോദിക്കും, അത് പറഞ്ഞല്ലോ. കുട്ടനാട്ടെ കോൺഗ്രസ് MLA റെജി ചെറിയാൻ മുഖ്യമന്ത്രിയെയും മന്ത്രിയെയും വിളിച്ചിട്ട് ബന്ധപ്പെടാൻ പോലും കഴിയാത്തതിന്റെ പരാതി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, നമ്മളെല്ലാം കേട്ടതാണ്. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചാലോ? ക്യാബിനറ്റ് ഉള്ളപ്പോഴും അദ്ദേഹം വിളിച്ചത്. ക്യാബിനറ്റിന്റെ സമയത്തല്ലല്ലോ, മൂപ്പർ അതിന് മുമ്പേ നാട്ടുകാരോട് TV ചാനൽ വഴി കിട്ടാത്തതിന്റെ പരാതി പറയുന്നത് കേട്ടല്ലേ? ആണ്. അതെ, ഇപ്പം ഞാനിപ്പോൾ ലിജുവിന്റെ മന്ത്രി ലിജുവിന്റെ ആലപ്പുഴയിലുള്ള ചാർജുള്ള മന്ത്രി, അദ്ദേഹം കൂടിയ 2 യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് ക്യാബിനറ്റ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ലിജുവിന്റെ ഫോണിലെ നമ്പർ കിടക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നുമല്ല നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത്. പണ്ടൊരിക്കൽ 2018 പ്രളയ സമയത്ത് സജി ചെറിയാൻ അന്ന് ചെങ്ങന്നൂരിൽ നിന്ന് നിലവിളിച്ചത് നാട്ടുകാർ കേട്ടതും അതിനോട് പ്രതികരിച്ചതുമാണ്. സമാനമാണ് ഇപ്പോൾ റെജി ചെറിയാന്റെ പ്രതികരണം. അങ്ങനത്തെ ഒരു വിഷയം അവിടെ വെള്ളം കയറിയ സ്ഥലത്ത് വേറെ ക്യാമ്പിലേക്ക് മാറ്റും. കംപ്ലൈന്റുകൾ ഒരുപാട് വരുന്ന കാര്യം ചോദിച്ചു. എല്ലാ സ്ഥലത്തും ഒരുക്കിയിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും പലകര സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്നാണ് MLA മാർ തന്നെ പരാതിപ്പെടുന്നത്. KU ജനേഷ് കുമാർ MLA പറഞ്ഞത് കേട്ടില്ലേ? ഒന്നുമില്ല, പകരം MLAക്ക് തന്നെ ചെയ്യാലോ. MLAക്ക് തന്നെ ഉണ്ട് അവിടെ ജില്ലാ കളക്ടർ കൂടെ. അടുത്ത ചോദ്യം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പിന്നത്തെ ചോദ്യത്തിനായി മറ്റൊരാളോട് കൈ കാണിച്ചു. അവിടുത്തെ ചോദ്യത്തിന്റെയും അപകടം മനസ്സിലാക്കി വേറൊരാൾ ചോദിച്ചപ്പോ ആ ചോദ്യം കേട്ടപ്പോ കാണോ ഇതാ ഇങ്ങനെ ഒരാള് ചോദിക്കും അടുത്ത ആളോട്. അങ്ങനെ എതിർ ചോദ്യങ്ങൾ ഓരോന്നിൽ നിന്ന് അടുത്തത് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോയി. അങ്ങ് ചോദിക്കും. അവസാനം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന ഉള്ളിലിരിപ്പും അറിയാതെ പറഞ്ഞു പോയി. ഭരണനിർവഹണത്തിലെ വീഴ്ചകളൊന്നുമല്ല, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കുറെ ഉത്തരങ്ങൾ പഠിച്ചു വെച്ചിട്ടാണ് മൂപ്പര് വന്നത്. ശബരിമല, നെയ്യ്, PSC അന്വേഷണം, ഇതൊന്നും പക്ഷെ ആരും ചോദിച്ചില്ലല്ലോ എന്നുള്ള സങ്കടം മുഖ്യമന്ത്രി അവസാനം തുറന്നു പറഞ്ഞു. നിങ്ങൾ ശബരിമല നെയ്യിനെ പറ്റിയും ചോദിച്ചില്ല, മറ്റേ PSC ക്രമക്കേടിനെ പറ്റി ഒന്നും ചോദിച്ചില്ല. അല്ല, ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രളയ സമയത്തും വീഴ്ചകൾ നിരന്തരം ആരോപണമായി ഉന്നയിക്കപ്പെടുമ്പോഴും പരാതികൾ ഉയർന്നു വരുമ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് മറ്റ് അന്വേഷണങ്ങളും പ്രശ്നങ്ങളുമൊക്കെ മുഖ്യമന്ത്രി കാണുന്നത് എന്ന് പറയാതെ പറയുകയാണ്. മുഖ്യമന്ത്രിക്ക് നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.